ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും സിറപ്പിൻ്റെ ഒരു പുതിരിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, 2 കൊല്ലമായിട്ട് എവിടെയായിരുന്നു എൻ്റെ ചാനല് ആരോ ചെയ്ത് പോയി ഗായ്സ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇപ്പോഴാണ് ഇത് കിട്ടണത്. അതായത് എൻ്റെ ചാനൽ ഹാക്ക് ചെയ്തതാണ്ട് ഹാക്കർ എന്ത് ചെയ്ത് എൻ്റെ ചാനലിൽ കുറച്ച് ന്യൂണിറ്റി കണ്ടൻറ് ഇട്ട് അങ്ങനെ ഇട്ടുകാണ്ട് എൻ്റെ ചാനൽ യൂട്യൂബുകാർ ഡിസ്ബാൻഡ് ചെയ്തത് കുറേ ജിമെയിൽ അയച്ച് കിട്ടിയതാണ്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹാർഡ് കോർ വേൾഡ് ആയിക്കണ്ടല്ല. സത്യം പറഞ്ഞാൽ ഹാർഡ് കോർ വേൾഡിന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് സോംബി അപ്പോക്ലിപ്സ് ആണ്. ആൻഡ് ഇതിൽ കുറേ റിയലിസ്റ്റിക് മോഡ്സ് കാര്യങ്ങളുണ്ട്. ഏകദേശം 79 മോഡ്സോളം ഉണ്ട്. 79 മോഡ്സ് എന്ന് പറയുമ്പോൾ അത്രക്ക് ഉണ്ടാവില്ല, ഒരു 65 70 ഉണ്ടാവുള്ളൂ. ബാക്കി ഉള്ളത് പറയുന്നത് അഡീഷണൽ മോഡ്സ് ആണ്. കാരണം ഇന്ന മോഡ്സ് വേണമെങ്കിൽ മറ്റേ മോഡ്സ്, അങ്ങനെ ഓരോ മോഡ്സ് അങ്ങനെയൊക്കെയാണ് ഗൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് വിതൗട്ട് എനി വേസ്റ്റിംഗ് ടൈം ഡയറക്റ്റ് വേൾഡ് ക്രിയേഷനിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മൾ വേൾഡ് ക്രിയേറ്റ് തുടങ്ങുകയാണ്. വേൾഡ് നെയിം നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് സർവൈവ്, അതാണ് നമ്മൾ കൊടുത്തത്. ആൻഡ് ഇത് ഹാർഡാണ്, ഹാർഡ് കോർ ഇടുന്നില്ല. ഡിഫിക്കൽട്ടീസ് നല്ലോണം ഉണ്ട് ഇതിൽ. അപ്പോൾ അത് ഹാർഡ് കോർ ഇട്ടാൽ എനിക്ക് തോന്നില്ല എന്നെ കൊണ്ടത് കളിക്കാൻ കഴിയും. ആൻഡ് എനിക്കിതിൽ ചില മോഡ്സ് അറിയാം. അപ്പോൾ അതിലൊന്നാണ് ഈ ലോസ്റ്റ് സിറ്റീസ്. ഇത് പറഞ്ഞാൽ നമ്മളതിൽ കുറച്ച് സിറ്റീസൊക്കെ ഉണ്ടാവും. സോ ഞാൻ സിറ്റി കുറച്ച് മതി, അതായത് ഞാൻ ഇതിട്ട് കളിച്ച് നോക്കി, അതായത് ഈ മോഡിട്ട് കളിച്ച് നോക്കി. സോ നിറച്ച് സിറ്റീസാണ്, അതാകുമ്പോൾ രസം ഉണ്ടാവില്ല. നമുക്ക് റയർ സിറ്റീസ് മതി, എപ്പോഴെങ്കിലൊക്കെ സിറ്റി കിട്ടിയാൽ മതി. നമുക്ക് എപ്പോഴും സിറ്റീസ് ഉണ്ടായാൽ ഒരു രസം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. സോ നമ്മൾ ഏകദേശം എല്ലാം ക്ലിയർ ആയിരുന്നാണ് തോന്നുന്നത്. ആൻഡ് വാർണിംഗ് ദി സെറ്റിങ്സ് ആർ യൂസിങ് എക്സ്പെരിമെൻ്റൽ ഫീച്ചർ. ദി സെറ്റിങ്സ് ആർ എക്സ്പെരിമെൻ്റൽ ആൻഡ് ഓക്കെ. ഇത് പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വേൾഡ് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം, എപ്പോൾ വേണമെങ്കിലും കറപ്റ്റ് ആവാം, എന്ത് മണിയാവാം. അപ്പോൾ അതാണ് ഗൈസ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ഈ വേൾഡ് എപ്പോഴാണോ സ്റ്റോപ്പ് ആവണം അപ്പോഴാണ് നമ്മൾ ഈ സീരീസ് എൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് എനിക്കും ആഗ്രഹം. സോ നമുക്ക് വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. എനിക്കറിയാം ഇത് കുറേ മോഡ്സ് ഉണ്ടായതുകൊണ്ട് PC ഹാൻഡിൽ ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോ ഞാൻ വേൾഡൊക്കെ എത്തിയിട്ട് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ഫൈനലി വേൾഡിലോട്ട് എത്തി. ബട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, എൻ്റെ റെക്കോർഡിങ്ങൊക്കെ ഫുൾ കറപ്റ്റായി. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് സ്റ്റാർട്ടർ കിറ്റ് എന്ന് പറഞ്ഞൊരു മോഡിൽ നിന്നാണ്. ഈ മോഡ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോൾ ജോയിൻ ചെയ്താലും, എപ്പോൾ എന്നല്ല ആദ്യമായിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് കുറച്ച് കിറ്റ് കിട്ടും. അപ്പോൾ ഈ സോംബി അപ്പോക്ലിപ്സിൽ നമുക്കൊരു ഒന്നുമില്ലാതെ നമുക്ക് അധികം നേരം സർവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഏത് നേരം ചത്തുകൊണ്ടിരിക്കും. അതായത് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇത് കിട്ടി, ഗണ്ണ് കിട്ടി, അങ്ങനെ ഓരോന്ന് കിട്ടി. ആൻഡ് ഇങ്ങനെ ഓരോന്നാണ്. പിന്നെ ഞാൻ കുറേ വട്ടം ബോറിൻ്റെ ഒപ്പം ചത്തു. നമുക്ക് എന്തായാലും ഒരു വില്ലേജ് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം. ഈ വില്ലേജ് കിട്ടാനാണ് പണി കൂടുതൽ. ആൻഡ് ഇത് കുറച്ച് ലാഗിയാണ്, കാരണം 29 മോഡ്സൊക്കെ പറയുമ്പോൾ കുറച്ചധികം ഉണ്ട് ഗായ്സ്. അതാണ് പ്രശ്നം വരുന്നത്. ഇവിടെ നല്ല നല്ല ബയോംസൊക്കെ ഉണ്ട്, എനിക്ക് പോലും അറിയാത്ത കുറേ ബയോംസ് എന്തായാലും ഗൈസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ നോക്കണം. ഇതെന്തോ സ്ട്രക്ചറൊക്കെയാണ് ഇവിടെ അടുത്തുള്ളത്. എന്തായാലും ഇങ്ങനെ പോയേക്കാം. ഓക്കെ, ഫൈനലി എവിടെയുണ്ട് ആ സ്ട്രക്ചർ? ഈ സ്ട്രക്ചറത്തെ സംഭവം എനിക്ക് മനസ്സിലായില്ല, എന്നിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്നു ഈ സ്ട്രക്ചർ. സീനില്ല, നമുക്ക് എന്തായാലും ഇപ്പം നിങ്ങൾക്ക് തണുക്കണുണ്ട്. എന്തൊക്കെയാണ് മോഡ്? ഓ ഗൈസ്, നമുക്ക് ഫൈനലി ക്യാമ്പറിനെ കിട്ടി. ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഉണ്ട്. ഞാൻ എന്തായാലും തണുക്കാനും വേണ്ടി നിൽക്കട്ടെ. എന്താണ് തണുക്കാത്ത ഞാൻ? ഓക്കെ, ചൂട് പോയി, കുഴപ്പമില്ല. ആൻഡ് ഇവിടെ ഒരു ക്യാമ്പർ എന്നാണ് ഒരാളും കൂടെ ഉണ്ട് ഗൈസ്. അയ്യോ, ഞാൻ കുറച്ചും കൂടി അടുത്ത് പോയി. അയ്യോ 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 അയ്യോ. ഞാൻ ഇവിടെ എന്തായാലും റീസ്പോൺ പോയിൻ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം? റീസ്പോൺ പോയിൻ്റ് മസ്റ്റാണ് ഗൈസ്. ആൻഡ് ജസ്റ്റ് ഇതാക്കി. ഓ, പ്ലാസ്റ്റർ കിട്ടി ഗൈസ്. പ്ലാസ്റ്റർ മെയിനാണ്. പിന്നെ എമറൾഡ് ഉണ്ട്, പിന്നെ എന്താ കുക്ക്, പിന്നെ എന്തൊക്കെ ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് സീനൊന്നുമില്ല.
എന്റെ റെക്കോർഡിങ് പോയി. എന്തൊരു കഷ്ടമാണ് ഇങ്ങനെ പോയ പിന്നെ ഞാൻ record ചെയ്യാം. അവിടെ മുന്നിൽ എനിക്ക് സിറ്റി കാണുന്നുണ്ട്. സിറ്റി പോകണമെന്നുണ്ടെങ്കിൽ സേഫ് അല്ല എന്നാണ് തോന്നുന്നത്. നല്ല അറ്റ്മോസ്ഫിയറിക് സൗണ്ട്. ബ്രൗൺ ഷീപ്പ് റയർ ആണെന്നൊക്കെയാണ് ആരൊക്കെ പറഞ്ഞിട്ട്, കേട്ടിട്ടും കൂടില്ല. ആൻഡ് വറക്കണമൊക്കെ കഴിച്ചാ വേറെ കാര്യല്ലേ കണ്ടോ, സീനല്ലേ കാര്യല്ല. അയ്യോ ലെതറൊന്നും കിട്ടിയില്ലടേ. ഡാമേജ് കൊണ്ട് ഇപ്പൊ എന്റെ കാല് പൊട്ടി കഴിച്ചു, അതുകൊണ്ട് എനിക്ക് സ്ലോനെസ് വന്നു. ഇത്രയും ഞാൻ അവിടെ ആയിരുന്നു, ഞാൻ അവിടെ ഇത്രയും നേരം. ആൻഡ് ഇവിടെ വില്ലേജ് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ ജസ്റ്റ് ഉണ്ട്, ജസ്റ്റില് മാപ്പ് ഇട്ട് ഇതെന്തോ ഒരു വേറെ ഏതൊരു മാപ്പ് ആക്കാനുണ്ടല്ലോ. എന്താണ് മറ്റേ മാപ്പ് ഒന്ന് അടിച്ചോട്ടെ, എന്താ വരുന്നത്? പ്രത്യേകിച്ച് ഒന്നും വന്നില്ലല്ലോ. ഇതിന്റെ മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ മാപ്പ് പോലും നോക്കാൻ പറ്റണില്ല. നമ്മളുണ്ടേ ഇതല്ല. ഓ എന്റെ പൊന്നു, ഇതില്ലെങ്കിൽ നോക്കാനും പറ്റുമോ? ഓ മാപ്പ് ഇല്ലെങ്കിൽ നോക്കാൻ പറ്റൂലോ. ആഹാ ഇത് അടിപൊളിയായി. ഓ ഓ ഓ അപ്പൊ ഇവിടെയാണ് നമ്മളെ വില്ലേജ്. സോ നല്ലൊരു വില്ലേജ് ഇവിടെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതോ ഇവിടെ POV കുറച്ച് തന്നെ മതില്ലേ. വില്ലേജിനവിടെ നല്ല പണ്ടല് പണ്ടുണ്ട്. അങ്ങോട്ട് റൈസോ ഒരു കാര്യം ചെയ്യാം, ലെതർ വേണം. ലെതർ ഉണ്ടെങ്കിൽ കൊണ്ടില്ല. ഈ വില്ലേജിൽ ആരെങ്കിലും അതിന്റെ പശു തൂക്കിയല്ലോ നാദാ. ഓക്കെ, കൊന്നു, സക്സസ്ഫുൾ.
അല്ല ഇതിന്റെ ആവശ്യമില്ലല്ലോ, മാപ്പ് ചെയ്യുന്നതിന് കിട്ടൂല. ഇതിന്റെ കൈ ഒടിഞ്ഞോണ്ട് മൈനിങ് പെട്ടി കിട്ടുകയാണ്. ബാൻഡേജ് അടിക്കാൻ ബാൻഡേജ് വേസ്റ്റ് ചെയ്യാനല്ല. ടെറാക്കോട്ടയാണ് വീട്ടിൽ കാര്യം. ഇതൊക്കെ പിന്നെ എന്തും വെറുതെ നോക്കും വേണ്ടി. ലൂട്ടറോ എടാ, ഈ വില്ലേജ് എവിടെയാണ്? അണ്ടർ ഡിസ്റ്റൻസ് കൂട്ടേണ്ടി വരും. ലൂട്ടറപ്പം എല്ലാരും കൊല്ലും, അങ്ങനെയാണ് ഈ സംഭവം അല്ലേ? അത് നമ്മളെ വയ്യാനാണ് എഴുതിയാണ്. ഓക്കേ, ഇവിടെ ബെഡ് ഉണ്ട്, ഞാൻ കണ്ടു. എൻ്റെ അമ്മ, ആൾക്കാർ ഇതൊക്കെ ഇവിടെ തന്നെ കണ്ട. ഞാൻ പോയി കണ്ടില്ല സാധനം അവിടെ സോംബീസ്. ഇപ്പം അതില്ല, പെട്ടെന്ന് പോവുക. ട്രാൻസ്ഫർ ഐറ്റം തേങ്ങ. ഓ, വൈറ്റ് ഫ്ലവർ കണ്ടു. എന്നാലും ഗ്രേഡായി കിട്ടൂ. ഗ്രേഡായി വേണം. ഗ്രേഡായി എന്തിനാണ് പറഞ്ഞത്? ഇതൊക്കെ എന്തെങ്കിലും കളറിടായി കിട്ടുമോ? വൈറ്റ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ, വൈറ്റ് ഫ്ലവർ. വൈറ്റ് ഫ്ലവറും ഇവിടെ ഒന്നും ഇല്ലടാ.
അതിൻ്റെ ആവശ്യത്തിന് ടാറാക്കോട്ടെ ഏതാണെങ്കിലും പറ്റൂലേ? ഞാൻ ഒരൊറ്റ വേണ്ടാത്തൊരു സാധനം തീർന്ന് കളയണല്ലോ. ബ്രൗൺ ഊള് വേണ്ട, ആൻഡ് ഇതാകുന്നുള്ളൂ. ഇതും വേണ്ട, ഇതും വേണ്ട. മേടിച്ചു കുറച്ച് റെൻഡർ റെസിസ്റ്റൻസ് കൂട്ടേണ്ടി വരും. എന്നാലേ എത്ര വേണ്ട, ഒരു 10. വെറുതെ എന്തിനാ ഞാൻ റിസ്ക് എടുക്കണം. നല്ല വെയിറ്റ് ചെയ്യും. ഓക്കെ, വർക്ക് ബെഞ്ച് ലൈറ്റ് ഗ്രേ ടെറാക്കോട്ട. അത് എവിടുന്ന് കിട്ടും? ഓക്കെ ഗായ്സ്, നമുക്ക് കിട്ടിയിരിക്കുന്നു. കാല് വെറുതെ ഓൾ ഡാമേജ് എടുക്കുമ്പോ തന്നെ 2-3 വട്ടം ആലോചിക്കാം. റെൻഡർ ഡിസ്റ്റൻസ് കുറയ്ക്കാം. വീഡിയോ റെൻഡർ ഡിസ്റ്റൻസ് ഇവിടെ എൻ്റെ വീടൊന്നും ആക്കണില്ല. പക്ഷെ ഞാൻ ഇവിടെ കുറച്ച് കാലം ഞാൻ ഇവിടെ ഇരിക്കും താമസിക്കുകയാണ്. നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിവിടെ എസ്കേപ്പ് ആവുന്നുണ്ട്. നമ്മളെ ഫസ്റ്റത്തെ ഗോൾ എന്തായാലും കംപ്ലീറ്റ് ആയി. നമ്മളെ ഫസ്റ്റ് ഗോൾ എന്ന് പറയണത് പിടിക്കാന്നായിരുന്നു. പിടിച്ചു. ലോക്കാണ്. സോ ക്രാഫ്റ്റിംഗ് ടേബിൾ ആദ്യം ഫാറ്റ് പിടിക്കുക. ഡോർ ക്ലോസ്. വർക്ക് ബെഞ്ച് കംപ്ലീറ്റഡ്. അങ്ങനെ വർക്ക് ബെഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി ഗൈസ്. അപ്പോൾ നമ്മളിത് ഇവിടെ ടോർച്ച് ഒന്ന് മാറി കുറച്ച് വേണം ടോർച്ചിലേക്ക് ഇവിടെ സ്പോണാവും. ഇതിലുള്ള മാതിരി നമ്മളെന്തെങ്കിലും സാധനം കൊടുത്താൽ നമുക്ക് ഗണ്ണ് ക്രിയേറ്റ് ചെയ്ത് തരും. സോ മിനി ഗണ്ണിന് 38 മുമ്പോ കുറച്ചത് വരുന്നേ. പിസ്റ്റൺ എൻ്റെ അടുത്തുണ്ട്. പിസ്റ്റൺ ആൻഡ് ഇതിൻ്റെ എത്ര വരും? ബുള്ളറ്റ്. പിസ്റ്റൻ്റെ ബുള്ളറ്റ് ഏതാ? ബേസിക് ആമോ. ഓക്കെ, ബേസിക് ആമോ. വൗ, ബസൂക്കൊന്നും വേണ്ട. മിനി ഗണ്ണ് ഉണ്ടാക്കാൻ പറ്റണമെങ്കിൽ ഉണ്ടാക്കാം. മിനി ഗണ്ണിൻ്റെ ബേസിക് ബുള്ളറ്റ് ഒന്നും വേണ്ടടേ, ടഫാണ്. ഇവിടെ സോംബീസ് സ്പോണായി.
ആ ഇതാണ് ഇന്നത്തെ വീഡിയോ. വെറൈറ്റി രീതിയിലൊക്കെ ഇതാണ് വേറെ. സോ ഗായ്സ് ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊളിക്കുക ഗൈസ്, ഒന്നും നോക്കണ്ട. സോ ഇത്ര തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.